എന്തായി? കോംപ്രമൈസ് ടോക്ക് കഴിഞ്ഞോ? എന്തോ കോംപ്രമൈസ്? പറഞ്ഞപ്പോ ആടിനെ പട്ടിയാക്കണ പരിപാടി. അവള് പുണ്യാളത്തി, ഞാൻ ക്രിമിനൽ. ഏട്ടാ കോംപ്രമൈസ് ചെയ്യാനൊന്നും പോവണ്ടായിരുന്നു ഏട്ടാ. അതാ വക്കീൽ നിർബന്ധിച്ചോണ്ടാ. അച്ഛാ സെറ്റായോ? ആ വേണ്ട നിക്കണ നിന്റെ അമ്മ. നിന്റെ അമ്മ എടുത്ത് നോക്കി സെറ്റായാന്ന്. എന്താ അമ്മ? മോളെ, ഡിവോഴ്സ് പെറ്റീഷൻ അച്ഛൻ എന്തായാലും പിൻവലിക്കുന്ന തോന്നുന്നേ. ആണോ? സൂപ്പർ അച്ഛാ. അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കും. അതൊന്നും നീ കാര്യാക്കണ്ട മാളൂ. നിന്റെ അച്ഛൻ ഇപ്പോഴത്തെ ദേഷ്യത്തിൽ വെറുതെ പറയുന്നതാ. ഒന്ന് തണുത്ത് കഴിയുമ്പോ അച്ഛൻ തന്നെ തീരുമാനം മാറ്റിക്കോളൂ. പെട്ടെന്ന് കണക്കാൻ ഫ്രിഡ്ജിൽ വെച്ചാലോ? ഫ്രിഡ്ജി വെക്കുന്നതിനേക്കാളും നല്ലതേ തളം വെക്കുന്നതാ മോളെ. അതാവുമ്പോ തലയൊക്കെ ഒന്ന് നന്നായിട്ട് തണുത്ത് കിട്ടും. അമ്മ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അച്ഛൻ കേസ് പിൻവലിക്കും? അതൊക്കെ നമുക്ക് നോക്കാം. നീ വാ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇനി ഒരിക്കലും അവരൊന്നിക്കില്ല. ഇനി അഥവാ ഒന്നിക്കാനുള്ള സാഹചര്യം ഉണ്ടായ ഈ പിശാച് എന്തിനാ ചിരിക്കുന്നല്ല ആലോചിക്കുന്നേ? സന്തോഷം കൊണ്ടാ. പോയല്ലോ പ്രകാശ, ഇനി ഷോക്ക് അടിപ്പിച്ചാലേ ശരിയാവും. ഇത് ഷോക്കിലൊന്നും നിക്കില്ല. നീ ഇത് കണ്ടുപിടിക്കാനും നിക്കണ്ടട്ടാ. ഒരിക്കലും ഇല്ല. ഏട്ടാ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. ഏട്ടത്തി ഫോണിൽ സംസാരിക്കുന്ന കേട്ട് വെറുതെ ഞാൻ ശ്രദ്ധിച്ചതാ. ഏട്ടത്തി പറഞ്ഞ കാര്യം കേട്ട് എനിക്ക് ചെറിയൊരു സംശയം. എന്ത് സംശയം? ഏട്ടത്തി പറയാ കുട്ടിക്കാലത്ത് എന്തിനാ പേടിയെന്നല്ലേ ചേച്ചിക്ക് അറിയൂ? അയാൾ എപ്പോഴും ഭയപ്പെടുന്നതിന് മറ്റൊരു കാരണമുണ്ട്. പിന്നെന്തായിരുന്നു? ആ, തൽക്കാലം ഇത് അരുന്ധതി വക്കീൽ അറിയണ്ട. അതാരാണ് ഏട്ടാ ഏട്ടത്തിയെ ഭയപ്പെടുത്തുന്ന ആ ഒരാൾ? എന്തിനായിരിക്കും ഏട്ടത്തി കുട്ടിക്കാലത്തും ഇപ്പോഴും അയാളെ ഭയപ്പെടുന്നത്? ഞാൻ പറഞ്ഞില്ല, നമ്മളുടെ ഇടയിലോട്ട് ഒരു പരിചയമില്ലാത്ത ആള് കടന്നു വരും, നമ്മളുമായിട്ട് അടുത്ത്. അയാളെ കണ്ട് ആവണിയും അമ്മയും എല്ലാരും ഭയം. പാലക്കാടുള്ള സ്ഥലം കച്ചവടം ചെയ്യാൻ കൊച്ചിയിലുള്ള പ്രകാശനെ സമീപിച്ചു. എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ആ പുതിയതായിട്ട് വന്ന അപരിചിതന് നമ്മളോട് എന്തൊക്കെയോ കഥകൾ പറയാനില്ലേ? എന്താവും ഏട്ടാ? ഏട്ടൻ പറയുമ്പോ എനിക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് അഞ്ജു, ആവണിക്കും രഘുവിനും തമ്മില് എന്തോ ബന്ധമുണ്ട്.